ഒന്നും ആരും ചീകി വരണ്ട കേട്ടോ. മുടി സ്ട്രെയിറ്റ് ചെയ്യുക, കേളിയോ ഒന്നും ചെയ്യരുത്. എല്ലാവർക്കും കാണിക്കുന്ന അവസ്ഥ. അപ്പോൾ ഇന്നലെ ഇട്ട അമ്പലത്തിൻ്റെ ബാക്കി വീഡിയോസ് ഇതാ ഇപ്പം ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പം നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ അമ്പലത്തിനകത്തോട്ട് പോയാലോ. ഓ ഭയങ്കര കാഴ്ച. അമ്പലത്തിലേക്കുള്ള വഴിയാണ്. ഇതാണ് അമ്പലം. മുകളിൽ കയറിയിട്ട് ബാക്കി വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് വൈബ്. ലാക്ക പോയി കൂടെ ഉള്ളത് പോയി. നമുക്ക് സേഫായിട്ട് ഇവിടെ നമ്മളങ്ങനെ മേലോട്ട് പോകുവാണ്. ഇതൊരു സ്ഥലമല്ല, അമ്പലം. ഇത് താഴേന്ന് കയറി വരുന്ന വഴി. കയറാം. So we going inside. ഇവിടെ അങ്ങനെ വലിയ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല. നമ്മളിങ്ങനെ കാറ്റടിച്ചിട്ട് നമുക്ക് നടക്കാൻ പറ്റില്ല. ദേഷ്യം വരും. ഭയങ്കര പൂവായിട്ട് നട്ടുച്ചെന്ന് ആരും അറിയില്ല. 11:30 ടൈം. ചില സ്ഥലങ്ങളിൽ ജീവിതത്തിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ തിരിച്ചു വരാനേ തോന്നില്ല. അതുപോലത്തെ ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഇത്. ആരെങ്കിലും ഗുണ്ടൽപേട്ടയ്ക്ക് വരികയാണെങ്കിൽ ഈ ഗോപാൽസ്വാമി ടെമ്പിൾ ഒരിക്കലും വരാതിരിക്കരുത്, പ്രത്യേകിച്ച് ഇതുപോലത്തെ മഴക്കാലത്ത്. ഈ അമ്പലത്തിന് ചുറ്റും വലിയൊരു ഏരിയ തന്നെ ഉണ്ട് കേട്ടോ. പക്ഷേ മഴയും മഞ്ഞൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫുള്ള് കവർ ചെയ്യാൻ പറ്റിയില്ല. മാക്സിമം നമ്മുടെ മൊബൈലൊക്കെ കയ്യിൽ നല്ല മുറുക്കി പിടിച്ചാണ് നടക്കുന്നത്. കാരണം എപ്പം വേണമെങ്കിലും കാറ്റടിച്ചിട്ട് കയ്യിൽ നിന്നതെല്ലാം തെറിച്ച് വീഴാം. അപ്പം നമ്മൾ നിൽക്കുമ്പോൾ തന്നെ കാറ്റടിക്കുമ്പോൾ നമ്മൾ ബാക്കോട്ട് ഇങ്ങനെ പോവും. അപ്പോൾ അതാണ് അവിടുത്തെ ഒരു അവസ്ഥ. അടിപൊളി കേട്ടോ. ഇങ്ങനെയൊരു അമ്പലത്തിൽ ഞാൻ ഇതിന് മുന്നേ വരെ പോയിട്ടില്ല. അമ്പലത്തിൽ നിന്ന് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ സൂര്യകാന്തി തോട്ടമായിട്ടാണ് കാണാൻ പോകുന്നത്. അതിനും കൂടി വേണ്ടിയിട്ടാണ് വീട്ടിൽ നിന്ന് രാവിലെ തന്നെ കോഴിക്കോട് നിന്ന് പുറപ്പെട്ടത്. സോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തിട്ടേക്കണേ. ബൈ.